ഹിമാലയത്തിന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഏതാണ് ഉത്തരം? ഹിമാദ്രിയാണ്. ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രി എന്ന് പറയുന്ന പർവ്വതമാണ്. ഒരുപാട് പരീക്ഷയിൽ PSC ചോദിച്ചതാണ്. ഹിമാലയത്തിന്റെ 3 പർവ്വതനിരകളാണ് ഹിമാദ്രി അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയം എന്നും, അതുപോലെ ഹിമാചൽ ലേസർ ഹിമാലയം എന്നും, അതുപോലെ ശിവാലിക് ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹിമാലയത്തിന്റെ 3 പർവ്വതനിരകളാണ് ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയം എന്നറിയപ്പെടുന്നു, അതുപോലെ ഹിമാചൽ ലേസർ ഹിമാലയം എന്നറിയപ്പെടുന്നു, അതുപോലെ ശിവാലിക് ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. അതുപോലെ ഹിമാലയത്തിന്റെ വടക്ക് അതിർത്തിയിലുള്ള പർവ്വതനിര, ഹിമാലയത്തിന്റെ വടക്ക് ഉള്ളത് ഏതാണ്? അത് ഹിമാദ്രിയാണ്. അതുപോലെ തന്നെ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയാണ്. എവറസ്റ്റ് കൊടുമുടി എവിടെയാണ്? ഹിമാദ്രിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? PSC എപ്പോഴും ചോദിക്കുന്നതാണ്. മൗണ്ട് K2 എന്നാണ്. മൗണ്ട് K2 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് K2 ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന പേരിലാണ് ഈ മൗണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നറിയപ്പെടുന്നു. എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നിങ്ങൾ തന്നെ പറ. മൗണ്ട് എവറസ്റ്റ് ആണ്. ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. 8848.86 മീറ്റർ ആണ് ഉയരം. പലതിലും പലതായിട്ട്, പല ബുക്കിലും പലതായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഹിമാലയം എത്ര ഭാഗങ്ങളിലായി വിഭജിച്ചിരിക്കുന്നു? 3 ഭാഗങ്ങളിലായിട്ടാണ് ഹിമാലയം വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ഹിമാദ്രി എന്നും, ഒന്ന് ഹിമാചൽ എന്നും, ഒന്ന് ശിവാലിക്കും. ഏതൊക്കെ 3 പഠിച്ചുകൊണ്ട് പോകണം. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്ന രീതിയിലാണ് 3 രീതിയിലാണ് വിഭജിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും വടക്കേറ്റത്തെ ഹിമാലയ നിര ഏത്? നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഹിമാദ്രിയാണ്. ഏറ്റവും വടക്കേറ്റത്തെ ഹിമാലയ നിര ഏത്? അത് ഹിമാദ്രിയാണ് എന്ന് മനസ്സിലാക്കുക. റ്റത്തെ ഹിമാലയം ഹിമാദ്രി. അതിനെയാണ് ഹിമാദ്രിയെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയ. ഹിമാദ്രിയെ വിളിക്കുന്ന പേരെന്തിനാണ്? ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു. സ്ഥിരം ചോദിക്കും. തെക്കേറ്റത്തെ ഹിമാലയ നിര, അതൊക്കെ കൺഫ്യൂസിങ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും തെക്കേറ്റത്തെ ഹിമാലയ നിര ഏതാണ്? ശിവാലിക്. തെക്ക്. അപ്പൊ സൗത്തിലുള്ളത് ഏതാണ്? ശിവാലിക്കാണ്. ഇതിനെയാണ് ഔട്ടർ ഹിമാലയ. ഒരുപാട് PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ശിവാലിക്കിനെയാണ് ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത്. എങ്കിൽ നമുക്ക് ഹിമാലയത്തിന്റെ നീളം എത്രയെന്ന് PSC ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കുക. 2400 കിലോമീറ്റർ ആണ്. ഹിമാലയത്തിന്റെ നീളം എത്രയാണ്? 2400 കിലോമീറ്റർ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഹിമാലയം ഏത് പർവ്വത വിഭാഗത്തിൽ പെടുന്നു എന്ന് വെച്ചാൽ ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. മടക്കു പർവ്വതമാണ്. ഹിമാലയം ഏത് പർവ്വത വിഭാഗത്തിൽ പെടുന്നു? നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു മടക്കു പർവ്വതത്തിലാണ് ഹിമാലയം ഉൾപ്പെടുന്നത്. അതുപോലെ PSC ചോദിക്കുന്നത് ഹിമാലയം രൂപപ്പെട്ട കാലഘട്ടം എന്നറിയപ്പെടുന്നത് ടെറിഷറി കാലഘട്ടമാണ്. ഹിമാലയം രൂപപ്പെട്ട റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഹിമാലയ കാലഘട്ടം രൂപപ്പെട്ടത് എവിടെയാണ്? ടെറിഷറി കാലഘട്ടത്തിലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികൾ നിങ്ങൾ നോക്കുക. സിന്ധു നദി, അതുപോലെ തന്നെ ഗംഗാ നദി, അതുപോലെ ബ്രഹ്മപുത്ര. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് 3 റിവറുകൾ ഉത്ഭവിക്കുന്നു. ഏതൊക്കെയാണ്? സിന്ധു നദി, അതുപോലെ ഗംഗാ നദി, അതുപോലെ ബ്രഹ്മപുത്ര നദി. 3 ഉത്ഭവിക്കുന്നത്. കാഞ്ചൻജംഗ എന്ന് പറയുന്ന ഒരു കൊടുമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിക്കിമിലാണ് കാഞ്ചൻജംഗ. നിങ്ങൾക്കറിയാം, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടിയാണ് ഈ കാഞ്ചൻജംഗ. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏത്? കാഞ്ചൻജംഗ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? അത് മൗണ്ട് K2 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് വെച്ചാൽ അത് മൗണ്ട് K2 ആണ്. കാരണം മൗണ്ട് K2 ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി. അത് പാക് ഒക്കുപൈഡ് കാശ്മീരിലും കൂടെ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി എന്ന് വെച്ചാൽ അത് ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഏതാണ്?
അതാണ് സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി, ഇന്ത്യയിലുള്ള ഹിമാനി. അപ്പോൾ ഇന്ത്യയിലുള്ള ഹിമാനി ഏതെന്ന് വെച്ചാൽ സിയാച്ചി ഗ്ലേസിയർ ആണ്. നമുക്കറിയാം പ്രസിഡന്റുമാരൊക്കെ അവിടെ പോകാറുണ്ട്. സിയാച്ചിൻ ഗ്ലേസിയർ, ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി ഏതാണ്? അത് എവിടെയാണ്? സിയാച്ചിൻ ഗ്ലേസിയർ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗയാണ് ഹിമാലയത്തിലെ അല്ലെങ്കിൽ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് അറിയപ്പെടുന്ന. ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയം ഏത് തരം ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയിലൂടെയാണ് ഉണ്ടായത്? നിങ്ങൾ നോക്കണം, ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും കൂടെ ഹിമാലയം കൂട്ടിയിടിച്ച്, ആ രണ്ട് പ്ലേറ്റുകൾ കൂട്ടിയിടിച്ചാണ് ഹിമാലയം രൂപപ്പെട്ടത്. ഏതൊക്കെയാണ് ടെക്ടോണിക്, ഏതൊക്കെ ടെക്ടോണിക് പ്ലേറ്റുകളാണ് കൂട്ടിയിടിച്ചു? ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ യുറേഷ്യൻ പ്ലേറ്റും കൂടെ കൂട്ടിയിടിച്ചാണ് എന്ത് ചെയ്തത്? ഹിമാലയം രൂപം കൊണ്ടത്. അടുത്ത നോക്കുക, ഹിമാലയത്തിലെ ഏറ്റവും വടക്കുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായ പർവ്വതം ഏത്? ഹിമാലയത്തിലെ ഏറ്റവും വടക്കേറ്റത്തും ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏത്? അതാണ് ഹിമാദ്രി. മറന്നു പോകട്ടെ, എപ്പോഴും ചോദിക്കും എന്താണ് ഹിമാലയത്തിന്റെ വടക്കറ്റവും അല്ലെങ്കിൽ ഏറ്റവും വടക്കറ്റത്തുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായ പർവ്വതനിര ഏത്? ഉത്തരം ഏതെന്ന് എഴുതണം, ഹിമാദ്രി എന്നറിയപ്പെടുന്ന. സ്ഥാനം എവിടെയാണ്? ഹിമാദ്രിയുടെ സ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിന്റെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. സ്ഥാനം മറന്നുപോലെ ഹിമാലയത്തിലെ വടക്കേ അറ്റത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി എന്നറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ ഹിമാദ്രിയുടെ ഉയരം എത്രയാണ്? ഹിമാദ്രിയുടെ ഉയരം എത്രയാണ്? ശരാശരി ഉയരം 6000 മീറ്ററിൽ കൂടുതലാണ്. അപ്പൊ ഹിമാദ്രിയുടെ ഉയരം എത്രയുടെ? ഹിമാദ്രിയുടെ ഉയരമാണ് 6000 മീറ്റർ ആണ്. 6000 മീറ്റർ. അതുപോലെ തന്നെ ഈ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റു കൊടുമുടികൾ, ഹിമാദ്രി സ്ഥിതി ചെയ്യുന്നതാണ് മൗണ്ട് എവറസ്റ്റ്. എപ്പോഴും PSC ചോദിച്ചു മൗണ്ട് എവറസ്റ്റ് അല്ലേ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ, കണ്ടാ നമുക്കറിയാം ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര അല്ലെങ്കിൽ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. എവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, സിക്കിമിലാണ്. അതുപോലെ തന്നെ നന്ദാദേവി സെക്കൻഡ്, ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന നന്ദാദേവി. അതുപോലെ തന്നെ ധൗളഗിരി, അതുപോലെ നംഗപർവ്വതം. ഇങ്ങനെ 4 അല്ലെങ്കിൽ 4 പ്രധാന കൊടുമുടികളാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹിമാചലിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നന്ദാദേവി, ധൗളഗിരി, അതുപോലെ തന്നെ നംഗപർവ്വതം. ഇങ്ങനെയുള്ള കൊടുമുടികളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രിയുടെ പ്രത്യേകത എന്താണ്? ഹിമാദ്രിയുടെ പ്രത്യേകത ചോദിച്ചാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതണം, ഹിമാദ്രി വർഷം മുഴുവൻ മഞ്ഞ് മൂടി വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ് ഹിമാദ്രി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളുള്ള നിരയാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ഹിമാദ്രി എന്ന് മനസ്സിലാക്കുക. ഹിമാനികളാണ് എന്ത് ചെയ്യുന്നത്? ഹിമാദ്രിയിലുള്ളത് 6 പിന്നെ ഹിമാനികളാണ് ഹിമാദ്രിയിലുള്ളത്. ഒന്ന് സിയാച്ചിൽ, ഗംഗോത്രി, യമുനോത്രി, മില ഹിമാനി, ബാക്രോ ഹിമാനി. ഇങ്ങനെയാണ് 6 ഹിമാനികളാണ് ഹിമാദ്രിയിലുള്ളത്. ഈ ഹിമാദ്രിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഗംഗ, അതുപോലെ യമുന, അതുപോലെ സിന്ധു, തുടങ്ങിയ പ്രധാനപ്പെട്ട നദികളുടെ ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയണം എവിടെ നിന്നാണ്. PSC ചോദിക്കും ഏതൊക്കെ നദികൾ? ഗംഗ, യമുന, സിന്ധു. ഗംഗ, യമുന, സിന്ധു ഈ 3 നദികളും എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? നമുക്കറിയാം ഈ ഹിമാദ്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥ, ഹിമാദ്രിയുടെ കാലാവസ്ഥ കടുത്ത തണുപ്പാണ് ഈ ഹിമാദ്രിയിൽ. അതുപോലെ കുറഞ്ഞ സസ്യാവരണം, അതുപോലെ ഉയർന്ന ഹിമ മേഖലയാണ്. ഓക്കെ, അപ്പോൾ ഹിമാദ്രിയുടെ കാലാവസ്ഥ കടുത്ത തണുപ്പ്, കുറഞ്ഞ സസ്യാവരണം, ഉയർന്ന ഹിമമേഖലയാണ് ഈ ഹിമാദ്രി എന്ന് പറയുന്നത്. അതുപോലെ ഹിമാദ്രി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്ടോണിക് പ്ലേറ്റുകളുടെ കൂട്ടിയിടിയിൽ മൂലമാണ് ഹിമാദ്രി ഉണ്ടാക്കിയിരിക്കുന്നത്. ഭൂപ്രകൃതിയിൽ ഏറ്റവും അസ്ഥിരവുമായതും ഏറ്റവും യുവത്വമുള്ളതുമായ പർവ്വതനിരയാണ് ഈ ഹിമാദ്രി എന്ന് മനസ്സിലാക്കുക. അതുപോലെ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഹിമാലയത്തിലെ ഏറ്റവും വടക്കോട്ടുള്ളതും ഏറ്റവും ഉയരമുള്ളതുമായ പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി എന്ന് PSC എപ്പോഴും ചോദിക്കും. അപ്പോൾ ഹിമാദ്രിയും ഹിമാലയത്തിലെയും ഹിമാദ്രിയും ഇത് രണ്ടും PSC പരീക്ഷയിൽ നിരന്തരം ചോദിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ 2-3 പ്രാവശ്യം കാണണം. അതുപോലെ ഇത് നോട്ട് എഴുതി വെച്ച് പഠിക്കണം. PSC നിരന്തരം ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും 10th ലെവൽ പരീക്ഷ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുമായി PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാം PSC ചോദിക്കത്തില്ല. അപ്പം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. ഓക്കെ.